പറഞ്ഞില്ലേ? മിണ്ടാൻ കഴിഞ്ഞു നിങ്ങൾക്ക്? ഒന്നുകൂടി ഞാൻ കൊണ്ടുവരാം. അലി മദനി, മുജാഹിദിന്റെ വേറൊരു നേതാവ്, മട്ടാഞ്ചേരിയിലെ നമ്മുടെ വാദപ്രതിവാദത്തിന്റെ ക്ലിപ്പിട്ടുകൊണ്ട് തന്നെ അയാൾ പറയുന്നത് കേട്ടോ. ഇനി നമ്മളെങ്ങനെ തൗഹീദ് പറയും? ഇയാൾ ചോദിക്കാണ്, മുജാഹിദുകളെ, AP അബ്ദുൽ ഖാദിർ മൗലവിയും TP അബ്ദുൽ കോയ മദനിയും ഇനി എങ്ങനെ തൗഹീദ് പറയും? നമ്മളെ കാറ്റുപോയില്ലേ, മട്ടാഞ്ചേരിയിലൂടെ നമ്മൾ അവസാനിച്ചില്ലേ എന്ന് അലി മദനി പറയുന്ന ഭാഗം കേട്ടോ. സുന്നികൾ പറഞ്ഞു നടന്നിരുന്നത് അവർ പോലും ഒഴിവാക്കിയത് കൊണ്ടുവരുന്നു. ഇവർ ആരാ കൊണ്ടുവരുന്നത്? അബ്ദുറഹ്മാൻ സലഫിയുടെ കൂടെയുള്ള ആളുകളാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആ ടീമിനെ നിലക്കു നിർത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ സുന്നികൾ ഇന്ന് വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ റിഫായി ഷെയ്ഖിനോട് സഹായം തേടുമ്പോൾ, ഞങ്ങൾ മമ്പറന്തങ്ങളോട് സഹായം തേടുമ്പോൾ അത് ശിർക്കാണെന്ന് പറയാനുള്ള ധാർമ്മികമായ അവകാശം നിങ്ങൾക്കില്ല എന്ന് ഹനീഫ കായക്കൊടിയിൽ എഴുത്തിയിട്ടാണ് അഹ്സനിമാർ പറഞ്ഞത്. പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞില്ല. കാരണം എന്താ? ഇവിടെ തൗഹീദില്ല. തൗഹീദിന് വിരുദ്ധമായ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ്. കേട്ടോക്കി നിങ്ങൾ. ഞങ്ങൾ വ്യക്തമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, വ്യക്തമായി പറയുന്നത്, ഇല്ല ജിന്നെ സഹായിക്കണേ, മലക്കെ സഹായിക്കണേ എന്ന് പറഞ്ഞതോടെ നിങ്ങളുടെ പഴയകാല തൗഹീദിൽ നിന്നുള്ള പിന്മാറ്റം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. പഴയകാല നേതാക്കൾ, നിങ്ങളുടെ നേതാക്കൾ, ഉമർ മൗലവി അടക്കമുള്ള നേതാക്കൾ അവരിവിടെ പഠിപ്പിച്ചു വെച്ചത് എങ്ങനെ സഹായിക്കുന്നു എന്നറിയാതെയുള്ള തേട്ടം, ജിന്നുകളോടുള്ള തേട്ടം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? പച്ച മലയാളത്തിൽ എഴുതി വെച്ചതല്ലേ. ഇപ്പോൾ നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞത് ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല. ഞാൻ ഇത്ര സമയം ജിന്നും മലക്കും പരാമർശിച്ചിട്ട് തൊടാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല, എനിക്ക് കഴിയുകയുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, വ്യക്തമായി പറയുന്നു, ഇല്ല. ഞങ്ങൾ റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കുമ്പോ, മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് സഹായം തേടുമ്പോ, റിഫായി ഷെയ്ഖിനോട് സഹായം തേടുമ്പോ, മമ്പറത്തങ്ങളോട് സഹായം തേടുമ്പോ നിങ്ങൾക്ക് അത് ശിർക്കാന്ന് പറയാനുള്ള അധികാരമല്ല. കാരണം എന്താ? നിങ്ങൾ ജിന്നിനോടും ഇഫ്രീത്തിനോടും ശൈത്താനോടും ശിർക്കല്ല, അത് ശിർക്കല്ല നിങ്ങൾ പറഞ്ഞതോടുകൂടി കഴിഞ്ഞു നിങ്ങളുടെ ധാർമ്മികപരമായ അവകാശം. അതുകൊണ്ട് ഈ പിഴച്ച തൗഹീദ് എന്താണെന്ന് നിങ്ങൾ അണികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാറ്. കേട്ടല്ലോ, ധാർമ്മികമായ അവകാശം നിങ്ങൾക്കില്ല. ആർക്കില്ല? ആർക്കില്ല? ഒന്നുകൂടി കൂട്ടട്ടെ, ഞങ്ങൾ TPക്കും APക്കും ഇല്ല. തൗഹീദ് പറയാല്ല ധാർമ്മികമായ അവകാശം. ഏതുവരെ? സക്കരിയനും ടീമിനും പുറത്താക്കാത്തടത്തോളം കാലം. അവിടെ എത്തിച്ചു നമ്മുടെ മട്ടാഞ്ചേരിയിലെ വാദപ്രതിവാദം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വലിയ കോലിളക്കമുണ്ടാക്കി പുറത്താക്കണം സക്കരിയനെ. പിന്നെ അങ്ങോട്ട് ആ CD ഏറ്റവും കൂടുതൽ വാങ്ങിപ്പോയത് മുജാഹിദുകളാണ്. ലേഖനം വന്നു, ശബാബിൽ എഴുതി, സലാം സല്ലം എല്ലാവരും കാണണം എഴുതി. മട്ടാഞ്ചേരിയിലെ വാദപ്രതിവാദ വ്യവസ്ഥ ഇറക്കിയത് സുന്നികളാണ്. എല്ലാ മുജാഹിദും കാണണം. സുല്ലമി ഉപദേശിച്ചു, കണ്ടു, പഠിച്ചു. അതുകൊണ്ടാണ് ഇപ്പൊ പുതിയ പിളർപ്പിലേക്ക് നയിച്ചത്. ഞാൻ കാണിച്ചു തരാം. പിളർപ്പിണിന് മുമ്പുള്ള കഥകൾ കണ്ടോളി. ഇപ്പൊ 8 പൊട്ടിയല്ലോ. ഓരോരുത്തരും ഓരോ മുജാഹിദായിട്ട് ഇങ്ങനെ പോയി. ആദ്യമായിട്ട് ചേകനൂർ പറഞ്ഞു. ചേകനൂർ കുറെ കാലം മുജാഹിദായിരുന്നു. അയാൾ പറഞ്ഞു, മക്കളെ നമ്മളേതാ, നമ്മളെ പേരെന്താന്ന് ചോദിച്ചു. മുജാഹിദുകൾ. മുജാഹിദ് ഉറപ്പല്ലേ? ആ ഉറപ്പാണ്. നമ്മളല്ലാന്നല്ലാത്ത ആരും വിളിക്കൂലല്ലോ. വിളിക്കൂല ചേകനൂർ. അപ്പൊ ഇയാൾ ചോദിച്ചു, കുത്തുബിയത്ത് എന്താ അവിടെ ശിർക്കാൻ കാരണം? അപ്പൊ മുജാഹിദ് പറഞ്ഞു, അല്ലല്ലാത്തവരെ വിളിക്കലുണ്ട്. അപ്പൊ ചേകനൂരിന്റെ അടുത്ത ചോദ്യം, അപ്പോൾ കുത്തുബിയത്തോ? കുത്തുബിയത്ത് ശിർക്കാണെന്നല്ലേ നിങ്ങളെ വാദം? അപ്പൊ പിന്നെ അത്തഹിയാത്തോ? ചേകനൂർ അത്തഹിയാത്തിനല്ലേ അല്ലല്ലാത്തവരെ വിളിക്കണം. അസ്സലാമു അലൈക്കും അയ്യുഹൻ നബിയു. മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ കുറെ അപ്പുറത്താളും ആരുള്ളത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിരുന്നു. അപ്പൊ ആയിരക്കണക്കിന് കൊല്ലം അപ്പുറത്ത് മരിച്ചുപോയ നബി നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് അത്തഹിയാത്ത് ശിർക്കാന്ന് പറയണം. അവര് പറഞ്ഞു, നമ്മളെല്ലാരും ചെല്ലണല്ലേ? അത് ചോദിക്കാൻ പാടില്ല. നമ്മളെ മദ്ഹബ് എന്താ? അള്ളാനെ മാത്രം വിളിക്കണം. അപ്പൊ ഇയാൾ പറഞ്ഞു, പറ്റൂല, ഞങ്ങൾക്ക് പ്രയാസാണ്, എന്നാ ഞാൻ പോവാണ്. അയാൾ വേറെ പാർട്ടി ഉണ്ടാക്കി പോയി. അങ്ങനെയാണ് ചേകനൂർ മുജാഹിദ് വേറുണ്ടായത്. വേറൊരു ചാണ്ട് ആട് മുജാഹിദ് കേട്ടു നിങ്ങൾ? ആട് മുജാഹിദ് എന്ന് പറഞ്ഞാൽ സുബൈർ മങ്കടാറിന് ഒരു മൗലവിണ്ട്. അയാൾ പറഞ്ഞു, ഈ മുജാഹിദ് പ്രസ്ഥാനം തന്നെ ശിർക്കാണ്. കുറെ കാലം മുജാഹിദായി നടന്നിട്ട് ലാസ്റ്റ് പറഞ്ഞതാ മുജാഹിദ് എന്നുള്ള പ്രസ്ഥാനം തന്നെ വിദേഹത്താണ്. ഒരു പ്രസ്ഥാനവും പാടില്ല എന്ന് അയാൾ പറഞ്ഞു. സംഘടന തന്നെ വിദേഹത്താണ്. അത് പറയാൻ വേണ്ടി അയാൾ സംഘടന ഉണ്ടാക്കുകയും ചെയ്തു. അയാളെ കൊണ്ട് ശല്യമൊന്നുമില്ല. അയാളും കുറെ ആളുകൾ ഇപ്പോ നിലമ്പൂർ കാടുകളിൽ ആട് മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ പറയുന്നു, പ്രവാചകൻ ആട് മേയിച്ചാണ് ജീവിച്ചത്, നമ്മളും അങ്ങനെ ജീവിക്കണതാണ്. അതെല്ലാം മുജാഹിദും അഭിപ്രായപ്പെട്ട നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ആരും ഈ ശല്യത്തിൽ പെടൂല. ആട് മാത്രം, ആടിന് കാര്യമായിക്കോളും.
അതാണ് ആട് മുജാഹിദ്. പിന്നെ ഉണ്ടായ പിളർപ്പാണ് മടവൂരി എ പി അബ്ദുൽ ഖാദർ. അപ്പൊ ഞാൻ കണ്ടല്ലോ തർക്കം. പിന്നെയും ഉണ്ടായ പിളർപ്പാണ് ഞാൻ ഈ പറഞ്ഞ പിളർപ്പ്. ഏത്? അതിന് മുമ്പുള്ള ഒരു അവസ്ഥയാണ് ഇനി ഞങ്ങൾ കാണിക്കാൻ വേണ്ടി. മടവൂരിയായി വന്നു പോയി, എ പി അബ്ദുൽ ഖാദർ മൗലവിന്റെ വേറൊരു ടീമും പോയി. ഇനി ഈ എ പി അബ്ദുൽ ഖാദർ മൗലവിന്റെ ടീമിൽപ്പെട്ട ആളാണ് സക്കരിയ സലായി, ജബ്ബാർ മൗലവി, ഹനീഫ് ഗായക്കൊടി, അനസ് മൗലവി, ഈ കുല്ലുഹു മജ്മഊൻ എല്ലാവരും കൂടി കൂടിയത്. അവര് ഒന്നിച്ചു നിന്ന് നമുക്കെതിരെ ശിർക്കാരോപണം നടത്തി. ആ ഇടമുട്ടൻ സംവാദം നിങ്ങൾക്ക്, ഇടമുട്ടൻ സംവാദം നിങ്ങൾ കണ്ടോ? സക്കരിയ സലായിയുടെ ജീവിതത്തിലെ അവസാനത്തെ സംവാദം. അപ്പുറത്ത് പേരോട് ഉസ്താദാണ്. ഇയാൾ വന്നു, സക്കരിയ സലായി കട്ട് വായിച്ച്, കക്കലാണല്ലോ പണി, കട്ട് വായിച്ചു. പേരോട് ഉസ്താദ് പിടികൂടി, ബാക്കി വായിക്കാൻ പറഞ്ഞു. ഇയാൾ പറഞ്ഞു ഞാൻ വായിക്കൂല. പണ്ടൊരാൾ പറഞ്ഞു അല്ലല്ലാന്ന് ഖുർആനിലുണ്ട്. അങ്ങനെ ഉണ്ടോ? പിന്നെ ലാ ഇലാഹ എന്താ മോനെ അർത്ഥം? ഒരു ദൈവവും ഇല്ല. അപ്പൊ മനസ്സിലായില്ല, അല്ലില്ല. ഇനി ഇല്ലെന്നാണ് അപ്പുറത്തില്ല, അതൊഴികെ അത് ഞാൻ വായിക്കൂല, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ വായിക്കും. ഇതേ ഒരു നയം നിങ്ങൾ കണ്ടോ? കട്ട് വായിക്കുന്നതും ഉസ്താദ് പിടികൂടുന്നതും അതെല്ലാം കൂടി നിങ്ങളൊന്ന് കണ്ടോളൂ. ഇതിലുണ്ട്, ഇതിലുണ്ട്, ഇല്ലാന്ന് നിഷേധിക്കും. ഞാൻ വായിച്ചതിലില്ലാന്നുണ്ടോ? ഞാൻ വായിച്ചതിലില്ലേ? അതിനപ്പുറണ്ടോ അപ്പുറണ്ടോ? അത് നിങ്ങളാ തെളിയിക്കേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തും എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കും, ഞങ്ങളല്ലേ വായിക്കണം. ഇപ്പറഞ്ഞത് അതിലുണ്ടോ? അപ്പുറം വായിക്കണം. അപ്പുറം വായിച്ച ഇപ്പുറം വായിച്ച നടുവത്ത് ഇല്ലാതാവോ? നടുവത്ത് വായിച്ചെങ്കിൽ ഞാൻ ബുക്ക് വാങ്ങാണ്, കട്ട് വായിച്ച പെട്ടതന്നെ പ്രസംഗാച്ചിട്ട് വായിച്ചതാണ്. ഞാൻ ബുക്ക് ഉസ്താദ്മാര് വായിക്കും, കട്ട ഭാഗം. വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആല അല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചിട്ടില്ല. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളുടെ സുജൂദ് ശിർക്കല്ല. മലക്കുകളുടെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ മൂടി വെച്ച് വായിക്കൽ സാധാരണ പതിവാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. നിങ്ങൾ ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും. നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് തെളിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. നമ്മളെ ഏതാണെങ്കിലും എന്റെ സമയമാണ്, ആളുകൾ ശ്രദ്ധിക്കാൻ ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി. എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കാൻ എന്റെ പണി, അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. അതാണ് സക്കരിയ സലായി ഇത്ര സൂപ്പറായി കാക്കാൻ പറ്റിയ ആളാണ്. അതല്ലേ ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറഞ്ഞത്? സ്വദഖത യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതല്ലേ മുജാഹിദ് പ്രസ്ഥാനം? അപ്പൊ അത് ഞാൻ എന്തിനാ പഠിച്ചതെന്നറിയോ? ആ സംഭവത്തിൽ ആരൊക്കെ ഉണ്ട്? സക്കരിയ സലായി ഉണ്ട്, ചെല്ലണ്ടോ, ബദീങ്ങളെ വരുന്നല്ല. പിന്നെ ആരാ ഉള്ളത്? ജബ്ബാർ മൗലവി ഉണ്ട്, പിന്നെ ആരാ? അനസ് മൗലവി ഉണ്ട്, കായക്കൊടിക്കാരനുണ്ട്, 4-5 ഉണ്ട്. പക്ഷെ ഇന്നെവിടെത്തിന്നറിയോ? ആ 4 ഗ്രൂപ്പിലെത്തി. ഞങ്ങളെ കൂട്ടമായി മുശ്രിക്കാക്കാൻ വേണ്ടി വന്ന നിങ്ങളെ അല്ലാഹു ഛിന്ന ഭിന്നമാക്കി. അൽഹംദുലില്ലാഹ്. അത് മട്ടാഞ്ചേരിയിൽ നമ്മൾ തുടങ്ങി, മൂവാറ്റുപുഴയിൽ ആ അധ്യായം നമ്മൾ പൂർത്തിയാക്കി. മൂവാറ്റുപുഴ സംവാദത്തിൽ അതായി കാണിക്കാൻ പോകുന്നു കേട്ടോ. ഒക്കെ നമ്മൾ കാണിച്ചു തരാം. ശരിക്കും നിങ്ങൾ കേട്ടോ. നമ്മൾ ഇവിടുന്ന് അപ്പൊ മുജാഹിദിന്റെ അടി തന്നെ ഭയങ്കര പ്രശ്നമായി. എന്താ ഈ സക്കരിയനും ജബ്ബാറിയും പുറത്താക്കാത്തത്? ആ മട്ടാഞ്ചേരിയിലെ വ്യവസ്ഥ കണ്ടില്ല നിങ്ങള്? നമ്മളും ജിന്നിനോട് പ്രാർത്ഥിക്കുന്നതായി പറയുന്നത്. ഇനി നമ്മളെങ്ങനെ പിടിച്ചു നിൽക്കും? ചർച്ച നടന്നു. അവസാനം ചർച്ച ഇങ്ങനെ നശിപ്പിക്കാൻ തുടങ്ങിയവരെ അങ്ങനെ കഴിഞ്ഞ റമദാനിന്റെ മുന്നേ ഇതേപോലെയുള്ള ഒരു അവസരം നമുക്ക് കിട്ടി. നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ മൂവാറ്റുപുഴ എന്ന സ്ഥലത്ത്, എറണാകുളം ജില്ലയാണ് കാര്യമായി ഈ വിഷയത്തിൽ മുജാഹിദുകളെ നശിപ്പിക്കുന്നതിൽ കാര്യമായ പങ്ക് വഹിച്ചത്. കാരണം കുന്നത്തേരി സംവാദവും ഈ സംവാദം എല്ലാം പടയാണല്ലോ നടന്നത്. നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ മൂവാറ്റുപുഴയിലെത്തിയപ്പോ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം അവിടെ മുതൽ എടുക്കുക. ഞാൻ കാണിച്ചു തരാം. സ്വന്തം ഉസ്താദിനെ മുശ്രിക്കാക്കാൻ പോവാണ്. നമ്മൾ ഇവിടുന്ന് ചോദിച്ചല്ലോ,
ജബ്ബാർ മുശ്രിക്കാണോ, സക്കരിയ മുശ്രിക്കാണോ? മട്ടാഞ്ചേരിയിൽ നിന്ന് മിണ്ടിയില്ല. പക്ഷേ മുജാഹിദിന്റെ ഇടയിൽ കലഹമുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, പുറത്താക്കണമെന്ന് വന്നു. അപ്പോഴാണ് ഒരു ഹദീസുമായുള്ള ചർച്ച ഇങ്ങനെ ഇവർക്കിടയിൽ നടക്കുന്നത്. എന്താണ് ആ ഹദീസ്? നമ്മൾ പഠിക്കണം. ഇവ മുജാഹിദിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന ഹദീസാണ്. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന ത്വാഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഇദാ അളല്ല അഹദുക്കും ശൈആ أو أراد أحدكم عونا وهو بأرض ليس بها أنيس فليقل يا عباد الله أغيثوني يا عباد الله أغيثوني فإن لله عبادا لا نراهم. ആരാത് പഠിപ്പിച്ചത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞറിയോ? ആരുമില്ലാത്ത വിജനമായ ഒരു പ്രദേശം. വിജനപ്രദേശം എന്ന് കേട്ടാൽ തന്നെ വഹാബി ഓടാൻ തുടങ്ങും. നിക്കവിടെ പറഞ്ഞു കേട്ടിട്ട് മഹമ്മദി വിജനെന്ന് കേൾക്കുന്നതിന് പേടിയാ. യൂട്യൂബിലൊക്കെ കാര്യം വിജനപ്രദേശം അടിച്ചെടുത്ത് സകല വഹാബിയും വരും. വിജനപ്രദേശം, അവിടെ നിങ്ങൾ ഒറ്റപ്പെട്ടു. അത് നമുക്ക് പെട്ടെന്ന് തിരിയില്ല. ഗൾഫിലേക്ക് പോയവർക്കറിയാം. വിജനമായ മരുഭൂമി, അന്ന് റോഡൊന്നുമില്ല പഴയ കാലത്ത്. അങ്ങനെ ഒട്ടകത്തിന്റെ മുകളിലാ യാത്ര. പെട്ടെന്ന് ഒന്ന് ഉറങ്ങി നേരപ്പോ ഒട്ടകം കാണാനില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സഹായം ആവശ്യമായി, ആരും നിങ്ങളെ മുന്നിലില്ല. ഈ ഒരവസ്ഥ വന്നാൽ അവൻ പറയട്ടെ, യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ, അല്ലാഹ്ന്നല്ല, അല്ലാഹ്ന്ന് വിളിക്കാൻ തർക്കമൊന്നുമില്ല, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് നിങ്ങൾ പറയണം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ അല്ലാഹുക്ക് ചില അടിമകളുണ്ട്. ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും, നമ്മൾ കാണാത്ത ചില അടിമകൾ അല്ലാഹുവിനുണ്ട്. ആരാ പറഞ്ഞത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വിജനപ്രദേശത്ത് വിളിക്കണമെന്ന് പഠിപ്പിച്ചതാ. മുജാഹിദിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഹദീസ് സ്വീകാര്യോഗ്യമാണെന്ന് ഇത്രയും ജനങ്ങളെ സാക്ഷി നിർത്തി ഞങ്ങൾ തെളിയിക്കാൻ റെഡിയാണ്, റെഡിയാണ്, റെഡിയാണ്. ആർക്കാ അതിന്റെ സനത് വേണ്ടത്? ആർക്കാണ് സനത് വേണ്ടത്? കടന്നു വരൂ, ഞങ്ങൾ തരാലോ അതിന്റെ സനത്. നിങ്ങൾക്കത് വേണോ? എന്തും തരാം. നിങ്ങളൊന്ന് നന്നായി കിട്ടിയാൽ മതി. അത് ഞങ്ങളെ ആഗ്രഹമാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് വെല്ലുവിളിക്ക്. നിങ്ങളുടെ പരിപാടിയിൽ അന്ന് നിങ്ങൾ ആദർശത്തിന്റെ ഖിയാമത്ത് നാളായിരിക്കും. ഈ മട്ടാഞ്ചേരിയിലെ സാധാരണക്കാരന്റെ വിവരം പോലും ഇല്ലാത്തൊരു പോർട്ടറെയാണോ അങ്ങോട്ട് കൊണ്ടുവരുന്നത്? നിങ്ങൾ നോക്ക്, ഇസ്ലാമിന് ഇവർ കാണിക്കുന്ന കളി. ഈ ഒന്നാമത്തെ ചോദ്യങ്ങൾ കാണാതെ പഠിച്ചു. ഒന്നാമത്തെ ചോദ്യം മൂവാറ്റുപുഴ വാദപ്രതിവാദത്തിൽ മൗലൈമാരെ മുന്നിൽ നിർത്തിയിട്ട് നമ്മൾ ചോദിച്ചു. മറുപടി ഞാൻ കേൾപ്പിക്കാം. ആദ്യം ചോദ്യം നിങ്ങൾ. വിജനമായ ഒരു സ്ഥലത്ത്, വിജനപ്രദേശത്ത് വെച്ച് പ്രയാസത്തിലകപ്പെട്ട ഒരാൾ അവിടെ ഉണ്ടാകാനിടയുള്ള ജിന്ന്, മലക്ക് എന്നിവർ സഹായിക്കുമെന്ന് കരുതി യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ, എന്ന് തേടിയാൽ അത് ഖുർആൻ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണോ? അല്ലാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണോ അല്ലേ? അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. അതെല്ലാവരും മനസ്സിലാക്കണം. ഒന്നാമത്തെ ചോദ്യം കേട്ടല്ലോ. വിളിക്കണം എന്ന് പറഞ്ഞാൽ ശിർക്കാണോ? വിളിക്കണം ആരാ പറഞ്ഞത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഹദീസ് ഉദ്ധരിച്ച ഉടനെ ഇമാം തബറാനി പറഞ്ഞു, ഞാൻ ഒരു ദിവസം വഴിയിൽ പെട്ടുപോയി, ഞാൻ വിളിച്ചു യാ ഇബാദല്ലാഹ്. തബറാനി ഇമാം സഹായം തേടി. ഇമാം നബവി തങ്ങൾ പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഞാൻ ഒരു ദിവസം ഒരു കൂട്ടം ആളുകളെ പിന്നാലെ പോയി, ഞങ്ങളെ വാഹനം കാണുന്നില്ല, ഞങ്ങൾ വിളിച്ചു യാ ഇബാദല്ലാഹ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള മഹാൻ അവിടുന്ന് പറഞ്ഞു, ഞാൻ ഒരു ദിവസം ഹജ്ജിന് പോയി, ഞാൻ വഴി കാണുന്നില്ല, ഞാൻ വിളിച്ചു യാ ഇബാദല്ലാഹ് ദുല്ലൂനി അല ത്വരീഖ്, എനിക്ക് വഴി കാണിച്ചു തരണം. എനിക്ക് വഴി കിട്ടി. അപ്പൊ ഇമാമിങ്ങളെല്ലാം വിളിച്ചു. അതാ നമ്മളെ ചോദ്യം, ഇത് ശിർക്കാണോ? ശിർക്കാന്ന് പറഞ്ഞാൽ ഈ ഇമാമിങ്ങളൊക്കെ മുശ്രിക്കാന്ന് വരും. ഉളുപ്പില്ലാതെ കായക്കൊടിക്കാരൻ മറുപടി പറയുന്നത് കേട്ടോ, അത് ശിർക്ക് തന്നെയാണ്. കേട്ടോളൂ. തന്നെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയുമില്ല. നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥന നടത്തുന്നുവെങ്കിൽ
ആരോടെങ്കിലും പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും സമയങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി തേടുന്നുവെങ്കിൽ അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വിജന പ്രദേശത്തായാലും ശരി, അതല്ല ആളുകളുള്ള പ്രദേശത്തായാലും ശരി, കരയിലായാലും ശരി, കടലിലായാലും ശരി, മഹാനോടായാലും ശരി, നബിയോടായാലും ശരി, ജിന്നിനോടായാലും ശരി, മലക്കിനോടായാലും ശരി, പിശാചിനോടായാലും ശരി, ശിർക്കാണ് എന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അപ്പോ എല്ലാം ടിക്കറ്റ് കൊടുത്തു. ജിന്നായാലും ശരി, മലക്കായാലും ശരി, എല്ലാം ശിർക്ക. ഉടനെയാ നമ്മളെ അടുത്ത ചോദ്യം. ഇമാമിങ്ങളൊക്കെ ചോദ്യം ഉണ്ട്, അതവിടെ വെച്ച് നമ്മൾ ആദ്യം ഈ ചങ്ങാതികളുടെ ഉസ്താദിനെ എടുത്തു. ഉസ്താദാണ് ജബ്ബാർ മൗലവി. അയാളെ പുസ്തകമുണ്ട്, ഇസ്ലാഹ് പത്രം. നമ്മളെ പത്രമല്ല മുജാഹിദേ, നിന്റെ ഇസ്ലാഹ് പത്രത്തിൽ എഴുതി വെക്കുന്നു, മലക്ക് ജിന്ന് ഇവരുണ്ട് എന്ന് കരുതി വിളിച്ചാൽ, യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിച്ചാൽ അത് ശിർക്കല്ല. ഈ പത്രം എടുത്ത് പിടിച്ചിട്ട് നമ്മൾ ചോദിച്ചു, മൗലവി ശിർക്കാനല്ലേ നീ പറഞ്ഞത്? നിന്റെ ഉസ്താദ് പറയുന്നു ശിർക്കല്ല. അപ്പൊ പിന്നെ നിന്റെ ഉസ്താദ് മുശ്രിക്കാണോ? ആ ചോദ്യം ഒന്ന് കേട്ടോളൂ, മറുപടി ഞാൻ കാണിച്ചുതരാം. അവൻ ചോദ്യം ഒന്ന് കേട്ടോളൂ. ഏതായാലും ഇപ്പോൾ പറഞ്ഞതെന്താ? യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിക്കുന്നത് ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ആ വാക്ക് പറയാൻ അയാൾക്ക് ഒരു ചെറിയ പ്രയാസം ഉണ്ടാവും. ഏതായാകട്ടെ ശിർക്കാണ് എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചത്. അടുത്ത ഞങ്ങളുടെ ചോദ്യം, ഇത് നിങ്ങളുടെ പത്രം ഇസ്ലാഹ് പത്രം, ഞങ്ങളുടേതല്ലല്ലോ ഇസ്ലാഹ് പത്രം. ഇതിൽ നിന്ന് ഞാൻ വായിക്കുന്നു കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഹനീഫി അനസൊന്നും അവിടെ ഇല്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ഇൻ ബ്രാക്കറ്റ് മനുഷ്യൻ മലക്ക് ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നിനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിനില്ല. നിങ്ങളെ പത്രമാണ് ഈ പറയുന്നത്, നിങ്ങളുടെ ഇസ്ലാഹ് പത്രം. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാഹ് പത്രം ശിർക്ക് പ്രചരിപ്പിക്കുന്ന പത്രമാണോ? എന്റെ രണ്ടാമത്തെ ചോദ്യം. മറുപടി പറയണം. ഇതാരാ എഴുതിയത്? നിങ്ങൾക്ക് ഇത്ര കാലം തൗഹീദ് പഠിപ്പിച്ച ജബ്ബാർ മൗലവി. അതാ അതിന് വലിയ രസം. മണ്ണാർക്കാട് ഞങ്ങളുടെ അലവി സഖാഫി ഉസ്താദ്, മളിയേക്കൽ ഉസ്താദ്, അങ്ങോട്ട് മഞ്ചേശ്വരത്ത് പേരോട് ഉസ്താദിന്റെ കൂടെ, അതുപോലെ ആലുവയിലും, അതുപോലെ തന്നെ ഈ അടുത്ത് തലശ്ശേരിയിലും എല്ലാം നേതൃത്വം നൽകിയ, നിങ്ങളെ മുന്നിൽ തലയെ കെട്ടിയിരുന്നിരുന്ന ജബ്ബാർ മൗലവി എവിടെ പോയി? അയാളാ ഇത് പറയുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. മൂവാറ്റുപുഴയിലെത്തിയപ്പോൾ ആ നേരത്തെ തലശ്ശേരിയിലും ആലുവയിലും മണ്ണാർക്കാടും ഉണ്ടായിരുന്ന ജബ്ബാർ മൗലവി മുശ്രിക്കായി എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങളെ ഇസ്ലാഹ് പറയുന്നു അഭൗതികമായ തേട്ടം അതിനില്ല, അത് പ്രാർത്ഥനയല്ല എന്ന് ജബ്ബാർ മൗലവി പറയുന്നു. ഇസ്ലാഹ് പറയുന്നു ജബ്ബാർ മൗലവി ശിർക്കിന്റെ പ്രചാരകനാണോ? ജബ്ബാർ മൗലവി മുശ്രിക്കാണോ? മറുപടി പറയും. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഞങ്ങൾ ഇങ്ങനെ കാത്തിരുന്ന് എന്താ പറയാ? സ്വന്തം ഗ്രൂപ്പിലെ ഉസ്താദിനെ കുറിച്ചാ ചോദിച്ചത്. കായക്കൊടി മറുപടി പറഞ്ഞു അയാൾ മട്ടാഞ്ചേരിയിൽ നിന്ന് പറയാതെ പോയത് മൂവാറ്റുപുഴയിൽ പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? ജബ്ബാർ മൗലവി മുശ്രിക്കാനല്ലേ മുസ്ലിയാർ? നിങ്ങളെ ചോദ്യം, അയാൾ പണ്ടേ മുശ്രിക്കായിരുന്നു. പണ്ടേ ആള് കാഫിറാണത്രേ. അതാ ഇനി കേൾക്കാൻ പോകുന്നത്. ഇനി അതാ കേൾക്കാൻ പോകും നിങ്ങളെ കൂട്ടത്തിൽ എത്ര മുശ്രിക്കുണ്ട് എന്ന് നിങ്ങൾ പറയണം. ആള് കണ്ടോ? ഹനീഫ മൗലവി നേരെ പറയാൻ മടിയായിട്ട് സെൻസിംഗ് പത്രം എടുത്ത് വായിക്കാൻ ജബ്ബാർ മുശ്രിക്കാണ്. അപ്പൊ നമ്മുടെ സദസ്സ് തക്ബീർ ചൊല്ലി. അപ്പൊ തക്ബീറിനെയും ഇയാൾ ആക്ഷേപിച്ചു. എല്ലാം കൂടി ഒന്ന് കണ്ടോളൂ നിങ്ങൾ. ഞങ്ങൾ പറയില്ലാന്നല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞു, ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്ക് തിരിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് നിങ്ങൾ തിരിയാതാക്കുകയാണ്. ഇത് നിങ്ങളുടെ സെൻസിങ്. ഈ സെൻസിങ് ഏതാണ്? സെൻസിങ് എന്ന് ഓർമ്മയുണ്ടോ? ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെ കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിങ് ആണ്. ഈ സെൻസിങ് 24 ഫെബ്രുവരി 2009 ഈ സെൻസിംഗിൽ എഴുതുകയാണ്, ഹനീഫ് ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശ്രിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി.
നിങ്ങളെ ദേവി. പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി ശിർക്കാണ് ഏത്? റിസാലയിൽ എഴുതിയതല്ല മുജാഹിദേ, നിന്റെ സ്വന്തം പത്രം ഇസ്ലാഹിൽ എഴുതിയത് ശിർക്കാണ്. ജബ്ബാർ മുശ്രിക്കാണെന്ന് സെൻസിംഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങട്ട് കണ്ടപ്പോ സക്കരിയ ചാടിങ്ങിറങ്ങിയില്ലേ, എന്ത് പണിയാടാ നീ ചെയ്തത്? ഞമ്മളെ ഉസ്താദിനെ മുശ്രിക്കാക്കി. ഇനി നിൽക്കാൻ പറ്റൂല. ചാടിയിറങ്ങി സക്കരിയാസലായി, ജബ്ബാർ മൗലവി ചാടിയിറങ്ങി, മുജാഹിദ് ബാലുശ്ശേരി വന്നു, സാജിദ് തിരൂരങ്ങാടിയും വന്നു. എന്നിട്ടതാ നമുക്ക് നമ്മളിപ്പോ വാദപ്രയോഗം നടത്തിക്കൊണ്ട് പോലെ തല്ല് പോലുമില്ല. ഇപ്പൊ നല്ല വാദപ്രയോഗം നടത്താൻ മട്ടാഞ്ചേരി സംവാദമൊക്കെ ആദ്യം ഏറ്റവും കൂടുതൽ കേട്ടത് ആരാന്നറിയോ? മുജാഹിദുകളാ. വാറ്റുപോയ സംവാദത്തിന് പിടിമ്പലിയുന്നു മുജാഹിദുകൾ തമ്മിൽ. നമ്മൾ സംവാദത്തിന് പോകുമ്പോ തന്നെ വിളിച്ചു പറയാണ്, നിങ്ങൾ ജിന്നെ പറയണം കേട്ടോ. എന്നാലും അപ്പുറത്തിന് നിങ്ങൾ വഹാബ് സഖാഫി പറഞ്ഞോട് മിനിയാന്ന് വീട്ടിൽ നിന്ന് സുബീ നിസ്കരിച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോ 2 മൗലവിമാര് വാതിലിന്റെ മുന്നിൽ, 2 സ്വലാഹിമാർ. എന്തിനാ വന്നത്? വാദപ്രയോഗത്തിനല്ല വന്നത്. ഒരു പറയാ, പിന്നെ നമ്മളാ മുജാഹിദ് ബാലുശ്ശേരിന്റെ കുറെ പൊട്ടത്തരങ്ങളില്ലേ ഞങ്ങളെടുത്ത്, അതൊന്ന് പാടുന്നു. അപ്പൊ എന്താ ബാലുശ്ശേരി ഗ്രൂപ്പ് മാറിന് അവിടാനാണ്. നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾക്കിടയിലുള്ള തല്ല് നടക്കട്ടെ, ഞങ്ങൾ പരമാവധി ഒരു ഫോൾഡറിലാക്കി തന്നെ തരാന്ന് പറഞ്ഞു. നടക്കട്ടെ, തല്ല് പരമാവധി നടക്കട്ടെ. നിങ്ങൾ നോക്ക്, അതാ അവിടെ സംഭവിച്ചത്. സക്കരിയ സലാഹിന്റെ പ്രസംഗം കേട്ടോ? സക്കരിയ സലാഹി അത് കൃത്യമായി പറയുകയാണ്. നിങ്ങൾ കേട്ടോളൂ സഹോദരന്മാരെ. സക്കരിയ സലാഹി പറയുന്നത് കണ്ടോ? അൽഹംദുലില്ലാഹ്, നമുക്ക് മുതലായി. അയാൾ പറയാണ്, ജബ്ബാർ മുശ്രിക്കാണെന്ന് നീ പറഞ്ഞപ്പോ ചോദിച്ചില്ലേ സുന്നികൾ, ഈ മുശ്രിക്കിനും കൂട്ടിയിട്ടാണോ നടന്നിരുന്നത്? മറുപടി പറയാൻ കഴിഞ്ഞോ? നമുക്ക് കഴിഞ്ഞില്ല എന്ന് സക്കരിയ സലാഹി പറയട്ടെ. അബ്ദുൽ ജബ്ബാർ മൗലവി ഇസ്ലാഹിൽ എഴുതിയതാണല്ലോ ഇവർ പറയുന്ന നിർഭയത്വം നഷ്ടപ്പെടുത്തിയ വിഷയം. ആ അബ്ദുൽ ജബ്ബാർ മൗലവിയെ കൂട്ടിയല്ലേ, അദ്ദേഹത്തെ ഗുരുനാഥനായി കൊണ്ട് നടന്നിട്ടല്ലേ ഈ മൂവാറ്റുപുഴ ഒഴികെയുള്ള മുഴുവൻ സംവാദങ്ങൾക്കും നിങ്ങൾ പോയത് അല്ലേ? അപ്പൊ എഴുതിയ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് നിർഭയത്വം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ശരിയാണ് എന്ന് ന്യായീകരിച്ച് എനിക്ക് ആ നിർഭയത്വം നഷ്ടപ്പെടുക? പറയുന്നതിനും വേണ്ട ഒരു ന്യായ മനസ്സ് മൗലവി. ജബ്ബാർ മൗലവിക്ക് നിർഭയത്വം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അത് തെറ്റല്ല എന്ന് പറഞ്ഞ് എനിക്കാണോ നിർഭയത്വം നഷ്ടപ്പെടുക? ഇത് എഴുതിയ ജബ്ബാർ മൗലവി കൂട്ടിയല്ലേ നിങ്ങൾ പോയത്? ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണ് എന്ന് മൂവാറ്റുപുഴയിൽ പറഞ്ഞപ്പോ ഹൈസന് തിരിച്ചടിച്ചു. ആ മുശ്രിക്കിനെയും കൂട്ടിയല്ലേ നിങ്ങൾ ഞങ്ങളടുത്ത് സംവാദത്തിന് വന്ന് മറുപടി പറയാൻ സാധിച്ചോ നിങ്ങൾക്ക്? 2007 എഴുതി കിട്ടും അത് ശിർക്കാണെന്ന് നിങ്ങൾ ഇപ്പോഴല്ലേ പറയുന്നത്, 2012. എന്നിട്ട് ഹനീഫ ഒരു കളവൊപ്പിച്ചു. സെൻസിംഗ് മാസികയിൽ പറഞ്ഞിട്ടുണ്ട്, ആലുവ സംവാദത്തിൽ തന്നെ ഞങ്ങൾ ജിന്നുകളോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആലുവ സംവാദങ്ങൾ എടുത്തു നോക്കാൻ ഇത് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതി ശിർക്കാണെന്ന് ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ടോ? സ്ഥാപിച്ചിട്ടില്ല. സെൻസിംഗ് എഴുതിയ ഒരു കളവ്, ആ കളവാണ് ഹനീഫ തെളിവാക്കിയത്. സെൻസിംഗിന്റെ കളവ് ഹനീഫയുടെ തെളിവ്. വസനൊത്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ തീരുമാനിച്ചോ? കഷ്ടമാണ് ഇവരെ കാര്യം. ഇനി ഒന്നുകൂടി ഞാൻ കൽപ്പിച്ചു തരാം കേട്ടോളൂ. സക്കരിയ സലാഹി വന്നിട്ട് ക്ലിപ്പിട്ട് തന്നെ പ്രസംഗിക്കുന്നു. വാറ്റുപുഴയിൽ നമ്മൾ പറഞ്ഞ വാദം, മുജാഹിദേ ഇത് നിങ്ങളെ പിളർപ്പിന്റെ സമ്മേളനമാണ് എന്ന് നമ്മൾ പറഞ്ഞതിട്ടിട്ട് സക്കരിയ ചോദിക്കുന്നു, കണ്ടില്ലേ നമ്മൾ മുശ്രിക്കാണെന്ന് നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചില്ലേ സുന്നികൾ? ഇനി നമ്മളെന്തിനാ നല്ലത്? മാത്രമല്ല നബവി ഇമാം മുശ്രിക്കാണെന്ന് പറയിപ്പിച്ചില്ലേ? ഇനി നമ്മളെന്തിനാ കൊള്ളുക? കേട്ടോ സഹോദരന്മാരെ, മുജാഹിദുകൾ തമ്മിൽ തല്ലുന്നു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. സക്കരിയ സലാഹിനെ തന്നെ കൊണ്ടുവന്നോളൂ. നിങ്ങൾ ശരിക്ക് വിഷയം മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പാവപ്പെട്ട പ്രവർത്തകർ എല്ലാവരും ഒരു ഒത്തൊരുമയോടെ കൂട്ടായ്മയോടെ ഈ വഹാബിക്കെതിരെ ഒരാദർശ സമരം നടത്തിയാൽ ഇൻഷാ അല്ലാഹ് നമ്മളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നമ്മൾ മനസ്സിലാക്കണം. മട്ടാഞ്ചേരി വാദപ്രതിവാദം വ്യവസ്ഥയൊക്കെ നടത്തിയത് കൊണ്ട് ഈ മക്കൾ അവരെത്ര കാലത്ത് എങ്ങനെ പോയാലും അതിന്റെ പ്രതിഫലം ഇവിടെയുള്ള പ്രവർത്തകർക്ക് കിട്ടും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സുന്നത്യമായത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുക. ഞാൻ പറഞ്ഞല്ലോ, തഹ്ഖീഖുസ് സുന്ന സക്കരിയ സലാഹി പറയുന്നത് കേൾക്കുകയും ചെയ്തു. ഞാൻ പറയട്ടെ, ഇപ്പൊ പറഞ്ഞു എവിടെ എത്തിയോ? മലക്കുകളുടെ അഭൗതിക കഴിവിൽ വിശ്വസിച്ചാൽ ശിർക്കാവൂല അല്ലേ? മുജാഹിദുകൾ മുശ്രിക്കാണ് എന്ന് നൗഷാദ് ഹസനി പറയുന്ന രംഗണ്ടല്ലോ, അതൊന്ന് കാണിച്ചു കൊടുക്കും. മൂവാറ്റുപുഴ ഈ വാദം എവിടെ എത്തി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ.
അൽഹംദുലില്ലാഹ്, വളരെ മുതലായിട്ടുണ്ട് നിങ്ങളെ സംവാദം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അടുത്ത പിളർപ്പിന്റെ പ്രഖ്യാപന സമ്മേളനമായി നമ്മുടെ ഈ സംവാദം മാറിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ല അനീഫ് മൗലവി, നിങ്ങൾ സെൻസിംഗ് എടുത്ത് വായിച്ചത് എന്താ? ആലുവയിൽ വന്നപ്പോ തന്നെ ജബ്ബാർ മുശ്രിക്കായിരുന്നു. ആ മുശ്രിക്കിനെ കൂട്ടിയിട്ട് ഞങ്ങൾ തലശ്ശേരി വന്നത്. മുശ്രിക്കിനെ കൂട്ടിയിട്ടായിരുന്നോ നടത്തം? നിങ്ങൾ ജമിയത്തിൽ കൂടെ ഉലമ കൂടിയാൽ എത്ര മുശ്രിക്കുണ്ട്, എത്ര കാഫിറുണ്ട്, എത്ര മുവഹിദുണ്ട് പറയണം ജനങ്ങളോട്. അപ്പൊ എന്തായി? അബ്ദുൽ ജബ്ബാർ മൗലവി വൈദ്യുതി ശിർക്കാണെന്ന് പറഞ്ഞപ്പോ ഇതായി. ഇനി അടുത്ത കേട്ടോളി, ഇമാം നബവിയെ സംബന്ധിച്ച് ചോദിക്കണോട്ടോളൂ. തങ്ങൾ പറഞ്ഞത് ഞാൻ ഒരു ദിവസം ഒരു സംഘത്തിന്റെ കൂടെ പോവുകയായിരുന്നു. അതിൽ നിന്നൊരു വാഹനം നഷ്ടപ്പെട്ടു. വാഹനം എവിടെയെന്ന് കാണുന്നില്ല. ഞാൻ പറഞ്ഞു പറഞ്ഞു. അപ്പൊ തന്നെ വാഹനം അവിടെ വന്നു നിന്നു. എന്നിട്ട് പറയാണ് കേട്ടോ, ഞാൻ ഈ പറഞ്ഞ അള്ളാന്റെ അടിമകളെ സഹായിക്കണേ എന്ന ഈ വാക്ക് അല്ലാത്ത ഒരു കാരണവും വാഹനം തിരിച്ചു കിട്ടിയതിന്റെ പിന്നിലില്ല. വളരെ കൃത്യമല്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്ന് പറഞ്ഞാൽ ശിർക്കാണെന്നല്ലേ നിങ്ങളെ വാദം? നബിമാമ് മുശ്രിക്കാണോ? നബിമാമിന് എന്തടിയാ നിങ്ങൾ? നിങ്ങൾക്ക് മാത്രം ഒരു പ്രമാണം തിരിയ, നബിമാമിന് തിരിയില്ല, ഷൗക്കാനിക്ക് തിരിയൂല, ഒരാണിക്കും തിരിയൂല. നിങ്ങൾക്ക് ആർക്കും നമ്മളെ കായപ്പൊടിക്കും അപ്പുറത്ത് അനുസമോലി ഡപ്പനി കൂടി കുടിക്കും. നിങ്ങളെ മുജാഹിദികൾ തന്നെ എഴുതിത്തള്ളും. ഈ സംവാദം മുജാഹിദികളാണ് കേൾക്കേണ്ടത്. അപ്പോ നബവി ഇമാമ് വാഹനമൃഗം നഷ്ടപ്പെട്ടപ്പോ അള്ളാന്റെ അടിമകളെ എന്റെ വാഹനമൃഗത്തെ പിടിച്ചു വെക്കണേ എന്ന് പറഞ്ഞു. യാ ഇബാദല്ലാഹ് വിളിച്ചാൽ ശിർക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ നബി ശിർക്ക് ചെയ്തു എന്നായില്ലേ? സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടല്ലോ. ഇനി ഞാൻ വലിയൊരു സംഗതി കൂടി കേൾപ്പിക്കാം. എന്താണെന്നറിയോ? മട്ടാഞ്ചേരിയും മൂവാറ്റുപുഴയും വാദപ്രതിവാദം അവസാനിച്ചപ്പോ ഒടുവിൽ കായക്കൊടിയത് തീരുമാനിച്ചു. എന്നിട്ട് അയാൾ പറയുന്നത് കേട്ടോളൂ സഹോദരന്മാരെ. അതാ പുതിയ പ്രസംഗത്തിൽ കായക്കൊടി പറയുന്ന പോയിന്റ്. മട്ടാഞ്ചേരിയിലെ സുഹൃത്തുക്കളെ, പണ്ട് നിങ്ങൾ ഓർമ്മയുണ്ടോ, നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട ശൈഖുന ഇ.കെ. ഹസ്സൻ മുസ്ലിയാർ, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ, വഫാത്തിനോടടുത്ത സമയം രോഗം കൊണ്ട് കലശനായി ബുദ്ധിമുട്ടുന്ന സമയത്ത് ഉമർ മൗലവി ഒരു കത്തയച്ചില്ലേ? ഹസൻ മുസ്ലിയാരെ, നിങ്ങൾ മുസ്ലിമാകണം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ കത്തെഴുതിയത്. എന്നാൽ ആ നേതാവ് ഇ.കെ. ഹസൻ മുസ്ലിയാർ വഫാത്തായി പോയി. ഇന്ന് മുജാഹിദുകൾക്ക് ഇതാ അള്ളാഹു അതിന്റെ ശിക്ഷ നൽകുന്നത് കണ്ടോ? കായക്കൊടിയുടെ പുതിയ പ്രസംഗത്തിൽ അയാൾ പറയുന്നു, എന്റെ ഉസ്താദാണ് ജബ്ബാർ, പക്ഷേ ആ ജബ്ബാർ മുശ്രിക്കാണെന്ന് മാത്രമല്ല, സൗദി അറേബ്യയിലേക്ക് ആദ്യമായി ബിംബം കൊണ്ടുവച്ചൊരു ചങ്ങാതിയുണ്ട്, അംറുബ്നു ലുഹയ്യ്. അയാൾ ചെയ്ത പണിയെന്തോ അത്രയും വലിയ പണിയാണ് ജബ്ബാർ ചെയ്തത്. ജബ്ബാർ ചെയ്ത പണി ബിംബാരാധന ഇവിടെ ഉണ്ടാക്കുന്ന പണിയാണ്. ഇത് കേട്ടിട്ട് സക്കരിയ പറയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് കായക്കൊടിക്ക് ഒരു പേരും കൊടുത്ത്, ആശയക്കുഴപ്പത്തിന്റെ സ്പെഷ്യലിസ്റ്റ്. ഇന്നലെ വരെ എങ്ങനെ നടന്ന സാധന. എന്നിട്ട് സക്കരിയ ചോദിക്കാണ്, ഈ ബിംബാരാധകനെയും കൂട്ടിയിട്ടല്ലേ നിങ്ങൾ പോയത്? എന്നിട്ട് നല്ലൊരു ഫോട്ടോ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താ ഫോട്ടോ എന്നറിയോ? സെന്ററിൽ നടുവിൽ ജബ്ബാർ മൗലവി, സൈഡിൽ ഹനീഫ് മനസും. ഉസ്താദിന്റെ അടുത്ത് നിന്ന് കിതാബ് പഠിക്കുകയാണ്. കിതാബ് പഠിക്കാനാൽ അർക്കത്തിരൽ പഠിക്കുക, 10 ഗസ്റും തുമ്പും ഇങ്ങനെ ഇടുക. അതാളെ പാക പഠിക്കാൻ. ഒന്ന് കണ്ടോ നിങ്ങൾ? സക്കരിയാണ് അവതരിപ്പിക്കുന്നത്, കണ്ടോളൂ. എന്നാൽ ഇപ്പോൾ അതിനെ പ്രാർത്ഥനയാക്കി കോട്ടി മാറ്റി അവതരിപ്പിക്കുന്നു. നോക്കൂ, ആശയക്കുഴപ്പത്തിന്റെ സ്പെഷ്യലിസ്റ്റ് കാണിച്ചു കൊടുക്കും. കായ്ക്കുടി വരട്ടെ. അതൊരു വിളിയല്ലേ, വെറും വിളിയല്ല. എന്തിനാ വിളിക്കണത്? എന്തിനാ വിളിക്കണത്? ജിന്നെ സഹായിക്കണെന്ന് പറയണത് എന്തിന്? ജിന്നെ വെളിച്ചെന്താന്ന് പറയണത് എന്തിന്? ജിന്നെ എവിടെയാ ഉള്ളത്? ഞാൻ കുറച്ച് എന്റെ വീട്ടിൽ ഇന്നൊരു സൽക്കാരുണ്ടായിരുന്നു, കുറച്ച് എല്ല് ബാക്കിയുണ്ട്, ഇജ്ജ് തിന്നോ എന്ന് പറഞ്ഞിട്ട് എല്ല് കൊണ്ടിട്ട് കൊടുക്കാനാ? അല്ല, പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ഈ വിളി, പ്രയാസത്തിന്റെ ഘട്ടത്തിലാണ് ഈ വിളി, വെളിച്ചമില്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ് ഈ വിളി, അപകടത്തിന്റെ വക്കിലാണ് ഈ വിളി, വെള്ളത്തിൽ ഒഴുകിപ്പോയി കൈകാലിട്ടടുക്കുമ്പോഴാണ് ഈ വിളി. നിങ്ങൾ അറിയോ? ഇത് കേട്ട് ഈ ഞാന് പ്രയാസത്തോടെയാണെങ്കിലും പറയട്ടെ,
ജബ്ബാർ മൗലവി, ഇനി അദ്ദേഹത്തെ ഞാൻ അങ്ങനെ ആക്ഷേപിച്ചു എന്ന് പറയേണ്ട, ഒരു ഉദാഹരണം പറയുന്നു എന്ന് മാത്രം. ജബ്ബാർ മൗലവി ചെയ്ത ഈ പണിയുടെ ഫലം ഉണ്ടായത് എന്താണെന്നറിയോ? സൗദി അറേബ്യയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചില്ലേ? നൂഹ് നബിയുടെ സമൂഹത്തിലേക്ക് ഈ നാട്ടക്കുറ്റികൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? ആ നാട്ടക്കുറ്റി ഉണ്ടാക്കി കൊടുത്തവർ, വിഗ്രഹം കൊണ്ടുവന്നു വെച്ച അംർ ബിൻ ലുഹയ്യ് എന്ത് പണിയാണോ ചെയ്തത്, അതേ പണിയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്. മൂപ്പരിത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബിംബാരാധനക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് അറേബ്യയിലേക്ക് ബിംബം കടത്തിക്കൊണ്ടുവന്നവൻ ചെയ്ത പണി ഏതോ അതാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്. എടോ, ഈ ബിംബാരാധകനെ കൂട്ടിയല്ലേ സംവാദത്തിന് നടന്നിരുന്നത്? ഈ മുശരിക്കിനെ കൂട്ടിയല്ലേ നിങ്ങൾ ഇത്രയും കാലം നടന്നിരുന്നത്? അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കിതാബ് നോക്കി അദ്ദേഹം പറയുന്നത് കാതോർത്തിരുന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് കിട്ടുന്ന വിജ്ഞാനം നുകർന്ന് ഇപ്പൊ അദ്ദേഹത്തെ തള്ളി പറയുകയാണ്. നന്ദി കെട്ടവരെ, നിങ്ങളല്ലേ ഇത് പറയൂ? ആലുവ സംവാദം കഴിഞ്ഞ് ഇല്ലത്താനിയിൽ കുടുങ്ങി, അവസാന സംവാദം കഴിഞ്ഞ് ഇല്ലത്താനിയിൽ കുടുങ്ങി, അവസാനം ഇല്ലത്താനി കുടുങ്ങിയിട്ടുണ്ട് അല്ലേ? കണ്ടോ നിങ്ങള്? 3 എണ്ണം. ആ 3 എണ്ണത്തിനൊന്ന് ശ്രദ്ധിച്ചോ. അതിലതാ നടുവിലൊരു സാധനം, തലനരച്ച സാധനം, അതാ ജബ്ബാർ മൗലവി. കണ്ടോ, അപ്പുറത്തൊരു സാധനം താടക്ക് കൈ വെച്ചെടുക്കുന്നു. ഉസ്താദ് മുശ്രിക്കാവോ എന്നുള്ള പേടിയില്ല മൂപ്പര്. അപ്പുറത്ത് കണ്ടോ അനസ് മൗലവി. ഈ 2 മൗലവിയുടെയും വിശ്വാസത്തിൽ നടുവിലിരിക്കുന്ന മുജാഹിദ് മുശ്രിക്കാണ് കേട്ടോ. അയാളെ വിശ്വാസത്തിലോ സൈഡിലുള്ള 2 കാഫിറുമാണ്. ഇതാ മുജാഹിദ് പ്രസ്ഥാനം. നിങ്ങൾ ശ്രദ്ധിച്ചോ സഹോദരന്മാർ? ഇത് ഈ കേസ് മുസ്ലിം കുരുത്തക്കേടല്ലേ? ഇത് പതി ഉസ്താദിന്റെ കുരുത്തക്കേടല്ലേ? എപി ഉസ്താദിന്റെ കുരുത്തക്കേടല്ലേ ഇത്? അല്ലെങ്കിൽ പിന്നെ എന്താ? ഇനി വലിയ മൗലവിക്ക് ജിന്ന് കയറി കണ്ടോളി. എടുക്കാത്ത റഹ്മാൻ സലഫിനെ, വലിയ നേതാവ് പേരോട് സ്ഥാനിട്ട് മുമ്പ് വാഴക്കാട് കണ്ണം നടത്തി തോറ്റാളാ അബ്ദുറഹ്മാൻ സലഫി. അയാളാ സക്കരിയന്റെ ഓപ്പോസിറ്റ് കാര്യമായുള്ള അയാൾ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അയാള് യാ ഇബാദല്ലാ എന്ന ഹദീസ് ഓതിയിട്ട് സക്കരിയനോട് ചോദിക്കാണ്. സക്കരിയ അയാൾ ശിഷ്യനാ. എവിടുന്നാണ് അനക്ക് ഹദീസ് കിട്ടിയത്? മുജാഹിദിന്റെ ശൈലിയാണ് കേട്ടോളികൾ. എവിടുന്നാടാ കിട്ടിയത്? കൊണ്ടുപാടാ ഹദീസ്, കള്ള ഹദീസ്. ഈ ആയിബാദല്ലാ എന്നുള്ള ഹദീസിനെ കുറിച്ച് ആകെ ഹാലളകി. സക്കരിയ സലായി ക്ലിപ്പിട്ടിട്ട് ചോദിക്കുന്നു, കണ്ടോ ഇയാൾക്ക് യഥാർത്ഥ ശൈത്താൻ കാരിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, മൗലവിമാർക്ക് മുഴുവനും ഭ്രാന്തായ കാലം. നിങ്ങൾ ചിന്തിക്ക്, അനുയായികളെ രക്ഷപ്പെട്ടോ? ഭ്രാന്താലയമായി മുജാഹിദ് മൗലവിമാരുടെ ആലയങ്ങൾ മാറുമ്പോൾ ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടോ? കണ്ടോ, സക്കരിയ സലായി അവതരിപ്പിക്കട്ടെ. ഇനി നമ്മൾ അബ്ദുറഹ്മാൻ സലഫി ഒന്നും കൂടി പറയട്ടെ. മൂപ്പരാണല്ലോ ഈ ദുഷ്പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആള്. അതിനു മുമ്പ് മൂപ്പര ലാസ്റ്റ് ക്ലിപ്പ് ഒന്ന് ഇട്ടുകൊടുത്ത കള്ള ഹദീസും പിടിച്ച് നടക്കുക തന്നെ. അതൊന്ന് കേട്ടോളിങ്ങൾ. മരുഭൂമി ചെന്നുപെട്ട ഒരു ജില്ലിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവരാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്. ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. എങ്ങനെയുണ്ട്? ഇന്നലെ കരയുണ്ട്. ഞാൻ തലശ്ശേരി വന്നിട്ട് സക്കരിയാൻ എത്ര ഞാൻ അതിൽ നിർത്താൻ നോക്കിന്ന് അറിയാവോ? എന്റെ കരളല്ലേ നിർത്താ, അറിയാവോ? എന്റെ കരളല്ലേ നിർത്താ. ഇപ്പൊ കണ്ടില്ലേ ശൈലി? ശൈലി കള്ള ഹദീസ് പിടിച്ച് നടക്കണ്ടടാ മുഹദ്ദിസേ, ഇങ്ങോട്ട് ഓടാ. ഇതൊക്കെ ആര ശൈലിയാ? ഇതൊക്കെ ആര ചെയ്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശൈലിയാ? ഇയാൾക്കല്ലേ യഥാർത്ഥ ശൈത്താൻ കൂടിയിട്ടുള്ളത്? ഇപ്പൊ കണ്ടില്ല നിങ്ങള്? നിങ്ങൾക്ക് എല്ലാവർക്കും ശൈത്താൻ കൂടി. ഇതിലൊക്കെ ശരിക്കൊന്ന് മന്ത്രിക്കണം. അത് നിങ്ങൾ ആ ടേപ്പ് റെക്കോർഡ് മന്ത്രം പറ്റൂല. അത് ഞങ്ങളെ ഉസ്താദുമാരൊന്ന് മന്ത്രിച്ചേരണം. ഏറുപാടിലൊന്ന് കൊണ്ടുപോയി ഒരാഴ്ചക്ക് എടുത്തണം വിലക്ക്. വേറെ പണിയില്ല. ഇനി ഞാൻ നല്ലൊരു വാല് കേൾപ്പിച്ചേരാ. എടുക്കടുത്ത് സക്കരിയ സലായി വാ. സാജിദ് തിരൂരങ്ങാടിക്കാരടക്കമുള്ള സർവരും കേട്ടോ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഒരു പരിപാടി മട്ടാഞ്ചേരിയിൽ നടത്താൻ ആണത്തമുണ്ടോ മുജാഹിദേ?
നടത്ത് നിങ്ങൾ KNM മട്ടാഞ്ചേരി ശാഖ എന്ന് പറഞ്ഞിട്ട് സാജിദ് തിരൂരങ്ങാടിയെ ഇവിടെ ഒന്ന് കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചാൽ ഞങ്ങളിനി മറുപടി വെക്കൂല. ധൈര്യമുണ്ടോ നിനക്ക്? കഴിയില്ല. അയാളെ പുറത്താക്കി മുജാഹിദും അയാളെ കൊണ്ടെടുക്കുക തന്നെ. മുജാഹിദ് സമ്മേളനത്തിന്റെ പരസ്യം ചെയ്യും. നിങ്ങളെ പരിപാടി കോഴിക്കോട്ടേക്ക് ഒന്ന് വരാൻ പറയും. മുസ്ലിക്കും മുസ്ലിമും കൂടിയ സമ്മേളന കോഴിക്കോട്ട് നടത്തുന്നത് പറയണം. നിങ്ങൾ പെടാതെ പെട്ടത് ഒരു രക്ഷയുമില്ല. കണ്ടോ നിങ്ങള്? ഇനി സക്കരിയ സലായി വരികയാണ്. അയാളിങ്ങനെ വഴുതു പറയാണ്, കായക്കൊടിക്കാരാ നീ എന്ത് പണിയാ ചെയ്തത്? മരുഭൂമിന്ന് വിളിച്ചാ ശിർക്കാന്നല്ലേ എന്റെ വാദം. ചങ്ങാതി അങ്ങനെ വിളിക്കണമെന്ന് ഇമാമിങ്ങളൊക്കെ പറഞ്ഞില്ലേ? നമ്മളെ മുൻഗാമികൾ വിളിച്ചില്ലേ? ഇമാം തൊബ്രാനി വിളിച്ചില്ലേ? അയാൾ പറയാ ഇമാം വിളിച്ചില്ലേ? ഇമാം സുനൈനി പറഞ്ഞില്ലേ? ഈ കണ്ട പണ്ഡിതന്മാരൊക്കെ മുശ്രിക്കാണെന്ന് കായക്കൊടിക്കാരാ എങ്ങനെ പറയാൻ കഴിയും? എന്നെ നിങ്ങളെ ജംഇയ്യത്തുൽ ഉലമന്റെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാലും ഇമാമിങ്ങളെ മുശ്രിക്കാക്കാൻ എന്നെ കിട്ടൂല. ഇതല്ലേ പണ്ട് ഞങ്ങൾ പഠിപ്പിച്ചെന്നല്ലോടൊക്കെ? പണ്ട് ഞങ്ങൾ പഠിപ്പിച്ചതല്ലേ ഇത്? ഇമാമിങ്ങളെ മുശ്രിക്കാക്കാൻ ഞങ്ങളെ കിട്ടൂല എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ തുറന്നു പറ. നാളെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യിപ്പിക്കും. സക്കരിയാന്റെ പ്രസംഗം കേട്ടോ നന്നാൻ പോവാ. ഞങ്ങൾ നന്നാക്കി ഒരു സ്റ്റെപ്പും കൂടി നിങ്ങൾ കാര്യമായി പറയട്ടെ. അതാണ് ഇബ്നു സുന്നി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിന് അമലുൽ യൗമി വൽ ലൈല എന്ന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മൃഗം ചാടിപ്പോയാൽ, നിങ്ങളെ വാഹന മൃഗം നിങ്ങൾക്ക് മരുഭൂമി നിങ്ങളെ കൈവിട്ട് ചാടിപ്പോയാൽ യാ ഇബാദല്ലാഹി ഇഹ്ബിസു, അള്ളാഹുവിന്റെ അടിമകളെ അതിനെ തടഞ്ഞു വെക്കൂ എന്ന് വിളിച്ചു പറയാൻ പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടും ദുർബലമാണ്. പക്ഷേ ഇബ്നു സുന്നി അദ്ദേഹത്തിന്റെ അമലുൽ യൗമി വൽ ലൈലയിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ബൈഹഖി 458 5-ാം നൂറ്റാണ്ടിൽ മരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ കിതാബുൽ ആദാബി എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് എടുത്തു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, മുസ്തഅമലുൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി, സാലിഹീങ്ങളായ പണ്ഡിതന്മാരുടെ അടുക്കൽ ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിലൊരു ശിർക്കില്ല. നബി പറഞ്ഞതായിട്ട് തെളിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ വിളിയിൽ എന്തില്ല? ഒരു പ്രാർത്ഥന ഇല്ല. അതുകൊണ്ട് സാലിഹീങ്ങളായ ആളുകൾ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? അത് ചെയ്തു പോയിട്ടുണ്ട്. അപ്പൊ സഹീഹാണെന്ന വിചാരത്തിലോ അല്ലെങ്കിൽ അത്ര വലിയ ദഈഫില്ല, അത് അദ്കാറിൽ കുഴപ്പമില്ല എന്ന നിലപാട് കൊണ്ടോ ആയിരിക്കാം അവരങ്ങനെ ചെയ്തത്. ഇതുപോലെ തന്നെ ഇബ്നു മുഫ്ലിഹുൽ മുഖദ്ദസി അദ്ദേഹത്തിന്റെ ആദാബ് ശറയ്യ എന്ന ഗ്രന്ഥത്തിൽ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ കലിമുത് തയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ അദ്ദേഹത്തിന്റെ അൽ വാബിലുസ് സയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ തന്നെ ഇബ്നു മാലിക്കി പണ്ഡിതനായ ഇബ്നുൽ ഹാജിന്റെ അൽ മദ്ഖലിൽ, അതുപോലെ തന്നെ അല്ലാമ അഹ്മദ് ബിൻ ഖുനൈം അൽ അസ്ഹരി അൽ മാലിക്കി അദ്ദേഹത്തിന്റെ അൽ ഫവാക്കിഹുദ് ദവാനി അലാ റിസാലത്ത് ഇബ്നു അബീ സൈദ് അൽ ഖൈർവാനി എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ ഇമാം നവവി അദ്ദേഹത്തിന്റെ അൽ അദ്കാറിലും അതുപോലെ തന്നെ അൽ ഇലാഹിലും, അതുപോലെ സുബുലുസ് സലാമിന്റെ കർത്താവായ സുൻആനി അദ്ദേഹത്തിന്റെ മൻസക് ഫി ഹദിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്ജത്തുൽ വദാ എന്ന ഗ്രന്ഥത്തിലും, ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ ദാഖിരീൻ എന്ന ഗ്രന്ഥത്തിലും, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഹദീസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. രണ്ട് നിലക്കാണ്. ഒന്നത് സഹീഹാണ് എന്ന നിലക്ക്, ഇനി ലഈഫ് ആണെങ്കിലും അദ്കാറിൽ കുഴപ്പമില്ല എന്ന നിലക്ക്. ഞാൻ പറയുന്നത് അവരാരും അതിൽ ശിർക്ക് കണ്ടിട്ടില്ല. അവരാരും അതിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ മൂവർ സംഘത്തിന്റെ വാദപ്രകാരം ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരായി. അതാണ് ഇതിന്റെ അപകടം. വലിയ അപകടമാണ്. അത് പറഞ്ഞ് സംഘടനയിൽ നിൽക്കാൻ വേണ്ടി മുൻകഴിഞ്ഞ ഇമാമുകളുടെ പേരിലൊക്കെ ശിർക്ക് ആരോപിക്കാൻ സക്കരിയ സലാഹി നിന്നു കൊടുക്കണമെന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ KJUവിന്റെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല. മുൻഗാമികളായ സച്ചരിതരായ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുവാൻ എന്നെ കിട്ടുകയില്ല. എന്റെ പരലോകം നഷ്ടപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. ഇവിടുത്തെ ചില താൽക്കാലിക എന്താ പ്രസംഗം? എന്റെ പരലോകം നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയൂല. ഞാൻ മുൻഗാമികളായ ഇമാമിങ്ങളെ മുശ്രിക്കാക്കൂല. എന്നാ ചോദിക്കട്ടെ, മുൻഗാമികളായ മഹാന്മാരൊക്കെ ഇസ്തിഗാസ ചെയ്തവരല്ലേ? അതുകൂടി അങ്ങ് പറഞ്ഞൂടെ നിങ്ങൾക്ക്? ഇമാം ബുഖാരിയുടെ ഉസ്താദ് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾക്ക് വിഷമമുണ്ടായപ്പോ ഓടിയത് എങ്ങോട്ടാ? ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിയിട്ട് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ മുകളിൽ കബളിങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ഇസ്തഅൻതു ബിഖബരിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിനോട് സഹായം തേടിയതാണ്.
ചോദിച്ചോട്ടെ സഹോദരന്മാരെ, ഇമാം ബുഖാരിയുടെ ഉസ്താദ് മുശ്രിക്കാണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് വന്ന് യാ റസൂലല്ലാഹ് അൽജൂഉ വശക്കുന്നു എന്ന് പറഞ്ഞ ഇമാം തുബ്രാനി മുശ്രിക്കാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറിന്റെ സമീപത്ത് വന്ന് ഇസ്തസ്ഖിരി ഉമ്മത്തിക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ ബിലാൽ ഇബ്നുൽ ഹാരിസ് തങ്ങൾ മുശ്രിക്കാണോ? അത് അംഗീകരിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മുശ്രിക്കാണോ? അത് റിപ്പോർട്ട് ചെയ്ത ഇബ്നു കഥീർ മുശ്രിക്കാണോ? പറയണം മൗലവിമാരെ, മുശ്രിക്കാക്കാൻ ഇമാമിങ്ങളെ ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഇസ്തിഗാസ ചെയ്തു വന്നോ? ഏതായാലും കായക്കൊടിയോടുള്ള ഒരു ഉപദേശം കൂടി നിങ്ങൾ കേട്ടോ. സക്കരിയ സലായി പഠിച്ചു വെച്ചൊരു ഉപദേശം എന്താണെന്നറിയോ? അയാൾ പറയാണ്, സുന്നികളോട് വാദപ്രതിവാദത്തിന് പോകുമ്പോ ജമാഅത്തേരോട് പോകുന്ന പോലെ നമ്മൾ പോകാൻ പാടില്ല. സുന്നികൾ കിതാബോധി പഠിച്ച ആളുകളാണ്. നമ്മളെ കാളമൂത്ര പ്രസംഗം സുന്നികളോട് നടക്കൂല. അൽഹംദുലില്ലാ, മർക്കസ് ഇവിടെ ഉണ്ടാക്കിയത്, ജാമിയ ശരിയ ഉണ്ടാക്കിയത്, ജാമിയ സഅദിയ ഉണ്ടാക്കിയത്, അത് ഫലം കാണുകയാണ്. കേട്ടോ നിങ്ങൾ, സ്വന്തം അനുയായികളോടുള്ള ഉപദേശമാണ്. ഉപദേശിക്കാൻ ഒരു കാരണമുണ്ട്. കായക്കൊടിക്കാരൻ വന്നിട്ട് പറഞ്ഞു, സക്കരിയക്ക് ഇപ്പൊ ഭയങ്കര പേടിയാണ്, അയാളിപ്പോ വാദപ്രതിവാദത്തിനും മുഖാമുഖത്തിനൊന്നും വരില്ല. അപ്പോ അന്നങ്ങട്ട് എന്ത് ചെയ്യലാണത്രേ? ഫോൺ ഓഫ് ആക്കലാണത്രേ സക്കരിയ സലായി. അപ്പൊ ഇയാൾ പറഞ്ഞു, സക്കരിയ സലായി പറഞ്ഞു, ഞാൻ മാത്രമല്ല നിങ്ങൾ എല്ലാവരും ഫോൺ ഓഫ് ആക്കലാണ്, എന്തിനാ എന്നെ മാത്രം പറയുന്നത്? എന്നിട്ടാലൊരു ഉപദേശം, ഞാൻ വരാത്തത് എന്താണെന്നറിയോ? സംവാദത്തിന് നമ്മളാരും ചർച്ച ചെയ്യൂല, ഇന്നിരിക്കാ നാളിരിക്കാന്ന് പറയും. നമ്മളിങ്ങനെ മേപ്പോട്ട് നോക്കി നടക്കും. അവസാനം സംവാദം വരുമ്പോ ഒരാൾ അവിടെ നിന്ന് വരും, മറ്റേ ആൾ ഇവിടെ ഇങ്ങോട്ട് വരും, സ്റ്റേജിൽ കാണുകാരും. അങ്ങനെ പറ്റൂല. അത് ജമാഅത്തോടാവുമ്പോ അങ്ങനെ മതി. സുന്നികളോട് നടക്കൂല. അവർ കിതാബോധി പഠിച്ചവരാണ്. കേട്ടോ, നിങ്ങളെ സമ്മതിക്കുന്ന ഭാഗം. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് മുഖാമുഖത്തിന് ശംസുദ്ദീമാനത്ത് ഇവിടുന്ന് വന്ന് വണ്ടി ഇറങ്ങും, മജീസരായി ചിരിച്ചുകൊണ്ട് അക്കാറിലുണ്ടിറങ്ങും. മറ്റയാൾ ഇങ്ങനെ മൂന്നാളും മൂന്ന് നിന്ന് സ്റ്റേജിൽ കയറണമാതിരി സുന്യാലയത്തിലുള്ള മുഖാമുഖത്തിന് പോകാൻ പറ്റൂല. ഇത് നിങ്ങളെ കാളമൂത്ര സാഹിത്യം വായിച്ച മുഖാമുഖം, കിതാബ് നോക്കുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇരിക്കണം. നിങ്ങൾ 10,000 കൊല്ലം ഇരുന്നാലും നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. ഞങ്ങളെ SBS-ന്റെ പ്രവർത്തകർ മതി. നിങ്ങളെ ജംഇയ്യത്തുൽ ഉലമ അവിടെ നിന്ന് വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചോദിച്ചത്, ചോദിക്കാനുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ മുന്നോട്ട് വാ എന്ന് പറഞ്ഞത് വെറുതെയാണോ? മറുപടി പറയണം. ഒന്ന് വരി, ഒന്ന് ചോദിക്കി കേട്ടോ. ചോദിക്കാൻ തരമുള്ള ഏത് കുട്ടിക്കും വരാം. നിങ്ങളെ വിവരം ഞാൻ കാണിച്ചു തരാം. നമ്മൾ അമീത് പോലും ഇല്ല അവിടെ ആളത് കൊടുക്കും. ഇത് നമ്മൾ മറക്കാൻ പറ്റൂലല്ലോ. ലൂത്ത് നബി നൂഹ് നബി തിരിയാത്തൊരു സാധനത്തെ കണ്ടില്ലേ പണ്ട്? ഒന്ന് കണ്ടോളൂ, ഒന്ന് പോലെ ഇൽമൊന്ന് അളക്കാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാൻ ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നത് എന്താ? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുക, നജ്ജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്, വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ അഹ്ലുകാരെ നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാ. ഒരായത്തിലല്ല, വേറെയും ആയത്തില് വഅൻജൈനാഹു വഅസ്ഹാബസ് സഫീനതി വജഅൽനാഹാ ആയത്തൽ ലിൽ ആലമീൻ. മുസ്ലിയാക്കന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദുമാരെ, ഒന്ന് മനസ്സ് തുറക്ക്. വഅൻജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും വഅസ്ഹാബസ് സഫീനതി, ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ. വസ്തഗാസ ബിഹി, മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. സോറി, അദ്ദേഹം പറഞ്ഞ മതി തന്നെ. എന്റെ അടുത്ത് ധാരണപ്പിഴവ് വന്നതാ കേട്ടോ. കുറെ ദിവസമായി പരിപാടിക്കൊന്നും പോലില്ല, വെയ്യ വയസ്സനായി, 10-60 വയസ്സോളായി. എന്തിനാ മോനെ ഇത് കൂടുതൽ പോണ? ഒന്ന് പോരെ,
ഒരൊറ്റ പരിപാടി മതി ദുന്യാവ് മുഴുവൻ കഴിയോളായിട്ടാണ്. നിങ്ങൾ നോക്ക്, ഇവരാണ് ഇമാമിയങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നത്. ഇവരോട് സംവാദത്തിന് പോകാൻ എന്തിനാ? നമ്മുടെ അനിമീങ്ങൾ നമ്മൾ തന്നെ ധാരാളമാണ്. അതാ നമ്മൾ പറഞ്ഞത്, സഹോദരന്മാരെ, ഇത് നമ്മുടെ കാലമാണ്, ഇത് നമ്മുടെ കാലമാണ്. ഇനി സക്കരിയക്ക് പറ്റിയ പണി കൂടി ഞാൻ കൊടുത്ത്, സഹോദരന്മാരെ, ഒരൊറ്റ വാക്കിൽ ഇതൊന്നും പറയാൻ അവർക്ക് അധികാരമില്ല. സക്കരിയക്കാകെ കൊടുക്കാൻ പറ്റിയ പണി എന്താണ്? സക്കരിയ സലായിക്ക് പറ്റിയ ഒരു പണിയേ ലോകത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞാനൊന്ന് കേൾപ്പിച്ചു തരാ. കിതാബ് ഓതാൻ അവരെ പറ്റില്ല, ഹദീസ് ഓതാൻ പറ്റില്ല, ഒരു പണിക്കും ഇവരെ പറ്റില്ല. ആകെ പറ്റുന്ന പണി ഇത് മാത്രമാണ്. ഇത് ഇയാൾക്ക് പറ്റിയ പണിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇതെന്താ സംഭവം? നിങ്ങള് ഇയാൾ കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. ഇയാൾ പോയത്തെ മാത്രം പറഞ്ഞപ്പോ സദസ്സിന്ന് ആരോ ഒരാൾ കൂക്കി, ഇയാൾ അങ്ങോട്ടും കൂക്കി. സ്റ്റേജിൽ നിന്നാണിതേ. ഒരു കൂക്കൽ ഇങ്ങോട്ട് വന്നപ്പോ 10 എണ്ണം അങ്ങട്ടാ. ആദ്യം ആ സാജിദിനെ കൊണ്ടുപോവാ. സാജിദ് ഇവിടെ വരാൻ പോകുന്ന സാധനമാണ്. അയാള് നുണയെ പറയൂ ചങ്ങാതിമാര്. നമ്മളെ ചമ്മാട്ടങ്ങാടിയിലെ പോർട്ടറാണ് അയാൾ. അയാളൊന്ന് കൊണ്ടുപോവാം. അയാള് ഞാൻ ഇത് പല സ്ഥലത്തൊട്ടിരുന്നു. സക്കരിയ സലായി 10 പ്രാവശ്യം കൂക്കുന്നത്. അപ്പൊ ഒരു സ്ഥലത്ത് ഈ സാജിദ് തിരങ്ങാടി വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങള് സക്കരിയ സലായി ഒറ്റ പ്രാവശ്യം കൂക്കിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇവരുണ്ടാക്കിയതാണ്. ബാക്കി ഇവർ ഉണ്ടാക്കിയതാണ്. പച്ച നുണയെ പറയുള്ളൂ, നുണ മാത്രമേ പറയൂ. എന്നെ സംബന്ധിച്ച് എന്ത് ഒരാള് ഒരു ദിവസം ഇയാൾ വന്നിട്ട് പറഞ്ഞു, അഹ്സൻ ഇപ്പൊ 2ാമത്തെ പെണ്ണ് കെട്ടീന്, പൈസക്ക് വേണ്ടി കെട്ടിയതാണ്. പച്ച നുണ. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോണ്ട് ഇയാൾ വേറെ 2ാമത്തെ പെണ്ണ് കെട്ടി. അപ്പൊ ഇയാൾ വിചാരിച്ച് നടക്കുന്ന നമ്മളെ മേത്തിൽ പറയാണ്. എന്തൊരു കഷ്ടം എന്നറിയ ഇയാളെ കൊണ്ട്. ഇനി അതിന്റെ ക്ലിപ്പെല്ലാം ഉണ്ട്, ഞാനിപ്പോ അതൊന്നും വെക്കുന്നില്ല, അത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. പച്ച നുണ മാത്രമേ പറയുള്ളൂ. ഇയാൾ പറയുന്ന ആദ്യങ്ങൾ കേൾക്കണം. ഇത് കൂക്കുന്ന ഞാൻ പിന്നെ ഒന്നുകൂടി കാണിക്കും. ഒറ്റ കൂക്കലേ ഉള്ളൂ എന്ന് പറയുന്നു കേട്ടോളൂ. പ്രസംഗങ്ങൾ കലക്കി കൂക്കിയുടെ സക്കരിയാസലായി എന്ത് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ സംസാരിക്കുന്നതിന് ഇടയിൽ പറഞ്ഞ്, നിങ്ങളള്ള തൊള്ളോണ്ടാ തൂക്കണം, ഞാൻ ഇവിടെ മൈക്ക് ഉപയോഗിച്ച് പ്രസംഗിക്കുക, ഞാൻ പറഞ്ഞ കൂക്കിയ ദിലാർ ഉഷാറാവുന്നത്. നമുക്കൊന്ന് കൂക്കി മത്സരിക്കാറ്. സക്കരിയാസലായി എന്നൊരു കൂക്കി. ഇപ്പൊ ഇത് റിക്കാർഡ് ഉണ്ടല്ലോ, ഇത് കൊട്ട ചെയ്തിട്ട് 5 വട്ടതാ ഇവിടെ വന്ന സാജിദ് പോലെ കൂക്കി എന്ന് വേണമെങ്കിൽ പറയിക്കും. ഈ പിടിക്കുന്ന ആളുകൾക്കും നോക്കുന്നവർക്കും ആത്മാർത്ഥമുണ്ട്. പക്ഷെ ഇത് കൈ കിട്ടിയ മുസ്ലിയാക്കന്മാർക്ക് ആദ്യം വരല ഈ ചിന്ത. അപ്പൊ ഇത് ഈ രൂപത്തിൽ ചെയ്യും. ഇയാളെ ന്യായീകരിക്കാൻ ഒറ്റ പ്രാവശ്യമേ ഞങ്ങളെ നേതാവ് കൂക്കിയിട്ടുള്ളൂ. ഒന്നുണ്ട് സമ്മതിച്ചു, ബാക്കി നമ്മൾ ഉണ്ടാക്കിയതാണെന്നാ സക്കരിയനെ ഒന്നുകൂടി കൊണ്ടുപോവാ. നിങ്ങൾ ശരിക്കൊന്ന് കണ്ടോ, ശരിക്കും നോക്കണം കേട്ടോ. അയാൾ കൂക്കുന്നത് അയാളെ ചുണ്ടാണ് കാര്യം നോക്കട്ടെ. അയാൾ ആങ്ങിയൊക്കെ നോക്കണം. ഒന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഓരോന്നും ഇങ്ങനെ ആവർത്തിച്ച് വന്ന ആക്ഷൻ ഒക്കെ ഒന്നേക്കാണ്. ഇത് നിങ്ങൾ നോക്കി ഓരോന്നും പറയണം, അവസാനം വരെ ഒന്നുപോലും നമ്മളെ കൂട്ടിയിട്ടില്ല. 10 അവിടെ വെച്ച് കൂക്കിയതാണ്. ഞങ്ങൾ പിടികൂടിയത് നിങ്ങളുടെ CD തന്നെ എടുത്തത്. ആ CD ഇറക്കുമ്പോൾ ഒന്ന് ഓർക്കണം, ഒന്ന് എഡിറ്റ് ചെയ്ത് ഇറക്കിയാൽ മതി. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഈ ചങ്ങായിമാരല്ലേ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ സക്കരിയനെ കണ്ടാ കുറുക്കാൻ വരുന്നുണ്ട് എന്നാ പറയാം. അതിന് ആ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ആദ്യമല്ലേ പണി ചെയ്യുന്നത്. അപ്പൊ ഇത് 1 ആണോ 10 ആണ് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും തിരിയും. ഇയാൾ ആക്ഷൻ ഒന്ന് നോക്കിക്കോ. ഒന്ന് കൂക്കട്ടെ അയാള്. നല്ല ഒന്നാ. അതെ, കണ്ടില്ലേ? അതാണ് കണ്ടു. ഇത് 1 ആരെയും പറയൂ. ഇത് 1 പറഞ്ഞ ചങ്ങാതിയാണ് ഈ പൊട്ടത്. പച്ച നുണയില്ലാതെ പറയൂല. എന്നിട്ടിപ്പോ ഇവര് തമ്മിൽ അതില്ല സർക്കുലർ കിട്ടിയില്ലേ? KNM സർക്കുലർ. സാജിദിനെ തിരുവരങ്ങാടിയെ പരിപാടിക്ക് വിളിക്കരുത് AP അബ്ദുൽ ഖാദർ മൗലവിന്റെ സർക്കുലർ. അപ്പൊ ഇവിടെയുള്ള മുജാഹിദ് AP അംഗീകരിക്കുന്നവരല്ല, TP അംഗീകരിക്കൂല. എന്താ ഞാൻ ചോദിക്കട്ടെ, AP അബ്ദുൽ ഖാദർ മൗലവി മുശ്രിക്കോ മുഅ്മിനോ? ഇവിടെ വന്ന് പറയണം. നിങ്ങൾ TP അബ്ദുൽ ഖാദർ മദനി കാഫിറാണോ മുസ്ലിമാണോ? പറയണം. കായക്കൊടി മുശ്രിക്കാണോ കാഫിറാണോ? നിങ്ങൾ മറുപടി പറയണം. അനസ് മൗലവി മുശ്രിക്കാണോ കാഫിറാണോ? നിങ്ങളുടെ ഇടയിൽ തന്നെ തീരുമാനമായിട്ടില്ലേ? ഞങ്ങൾ എങ്ങനെ നന്നാക്കുക? എങ്ങനെ നന്നാക്കും? നിങ്ങൾ ഇത്ര അതപ്പതിച്ച ഒരു കാലം അവിടെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ നോക്ക്, അതല്ലേ അത് KNM സർക്കുലർ ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്നെ ആകെ കുളം തോണ്ടിയിരിക്കുകയാണ് നിങ്ങളെ പ്രസ്ഥാനം. ഞങ്ങളോട് പറയാൻ അധികാരമില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം.
അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളോടും പറയുന്നു, നമ്മളാരും ഇനി മുജാഹിദാവൂല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പെട്ട കുറെ സാധിക്കലുണ്ടല്ലോ, ഓൽക്കൊക്കെ അള്ളാഹു സന്മാർഗം നൽകട്ടെ. പക്ഷെ നിങ്ങൾ മടങ്ങിപ്പോകുമ്പോ ഒറ്റ ഉപദേശം കൂടി പറയാണ്ട്, മുജാഹിദ് ബാലുശ്ശേരിയുടെ ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരൊറ്റ കാര്യമാണ്. എന്താണെന്നറിയോ, നമ്മൾ ആരും മുജാഹിദാകൂല. കാരണം ആ സാധനം തന്നെ നശിച്ച്. ഇനി എന്നാൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. മുജാഹിദാകാതിരുന്നാൽ പോരാ, ഒന്നുകൂടി ചെയ്യാനുണ്ട്. അതെന്താ? അഫ്ളലുൽ അഅ്മാലി അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ്. നമ്മൾ സ്നേഹിക്കേണ്ടത് ഒരാളെ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, വെറുക്കേണ്ടതും അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അതുകൊണ്ട് മുജാഹിദാകാതിരുന്നാൽ പോരാ, മുജാഹിദിനെ സ്നേഹിക്കാനും പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കുട്ടിയും ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ മുജാഹിദാണോ മടക്കണ്ട. ഇത് ദീനിന്റെ നിയമമാണ്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആശയാണ്. നിയമമുണ്ടായാലില്ലെങ്കിലും നമ്മുടെ ഹബീബിനെ ചീത്ത പറയുന്ന ഒരാളെ സ്നേഹിക്കാൻ, അയാളോട് ചിരിക്കാൻ ഈമാനുള്ളവന് സാധ്യമല്ല. ഇത് വ്യക്തിപരമായ വിഷയമല്ല. നിങ്ങൾ നോക്ക്, 100 ആളുകൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്നില്ലേ നമ്മളെ സുന്നി പ്രസ്ഥാനത്തിലേക്ക്? കോഴിക്കോട്ട് അവർക്കൊരു സ്വീകരണം നൽകി. അതിന്റെ നേതാവാണ് ഇയാൾ. തിരുവനന്തപുരം ജില്ലയിലെ ഇവരുടെ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ വൈസ് പ്രസിഡന്റ്. ഇദ്ദേഹം കോഴിക്കോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത്ര കാലം സലാം ജില്ലകൾ മടക്കാറില്ല, ഇന്ന് ഞാനൊന്ന് സലാം ജില്ല നോക്കട്ടെ. അയാൾ രണ്ടാമതൊരു സലാം കൂടി ചൊല്ലി, സദസാവേശത്തോടെ മടക്കി. അപ്പൊ നമുക്ക് ആരോടും വ്യക്തിപരമായ വൈരാഗ്യമില്ല. ഒരാൾ കക്കൂസിലിരിക്കുന്നു, അയാളോട് സലാം പറയാൻ പാടില്ല. അയാൾ മുസ്ലിമാണ്, പക്ഷേ കക്കൂസിലാണുള്ളത്. കക്കൂസിന് പോന്നാ പറയാ. ഇതുപോലെ മുജാഹിദാകുന്ന കക്കൂസിലിരിക്കുമ്പോ അവനോട് പറയാൻ പോകണ്ട, പോന്നാൽ പറഞ്ഞോ. കണ്ടോ ഇയാൾ പറയുന്നതും സദസ്സ് മടക്കുന്നതും? ഒന്ന് കാണിച്ചു കൊടുക്കുക. അതിനുമുമ്പേ എന്റെ പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ സൂചിപ്പിക്കുന്നു, ഒരു സലാം മടക്കിയാൽ തിരിച്ചു നിങ്ങൾ സലാം എനിക്ക് മടക്കണം. കാരണം വർഷങ്ങളായി നിങ്ങളോട് സലാം പറയുമ്പോൾ നിങ്ങൾ മടക്കാറില്ല. ഉസ്താദുമാരുടെ സമ്മതത്തോടെ ഞാനൊരു സലാം മടക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സദസ്സ് ആവേശത്തോടെയല്ലേ പറഞ്ഞത്? അത് നമ്മളെ സ്നേഹബന്ധമാണ്. കാരണം നിങ്ങൾക്കറിയോ, നമ്മുടെ അയൽവാസിയുടെ പശു നമ്മുടെ വീടിന്റെ മുറ്റത്ത് നമ്മൾ ഉണ്ടാക്കിയ തെങ്ങിൻ തഴി നമ്മളറിയാതെ വന്ന് തിന്നപ്പോൾ നമുക്ക് അയൽവാസിയുടെ പശുവിനോട് ദേഷ്യം വന്നില്ലേ? അയൽവാസിയോട് നമ്മൾ വഴക്ക് കൂടിയില്ലേ? എന്നാ ചോദിക്കട്ടെ മോനെ, ഹംസത്തുൽ കറാർ തങ്ങൾ അവിടുത്തെ കരൾ പൊടുത്ത് പോറ്റിയ ദീന ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശിരസിൽ നിന്ന് രക്തം പൊട്ടിച്ചത് എന്തിനാ? അവിടുത്തെ കാലിലേക്ക് ത്വയ്ഫിന്റെ നഗരവീഥികളിലൂടെ നടന്നു പോയപ്പോ ഏറുകൊണ്ട് രക്തം ധാരധാരയായി ഒഴുക്കിയത് എന്തിനാ? സഹോദരന്മാരെ, ഈ ദീനി നമുക്ക് എത്തിച്ചു തരാനാ. ഈ സുന്ദരമായ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ഇവനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, മദീനയുടെ റൗദയിൽ കഴിയുന്ന ഹബീബിനോട് നമുക്ക് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ അല്ലാഹു തയ്യാറാകൂല കേട്ടോ. അതുകൊണ്ട് ഓർക്കണം, നമ്മൾ ഒരാളെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടി, ഒരാളെ വെറുക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടി. ഇയാളെ ഒരു ഒറ്റ അനുഭവം കൂടി നിങ്ങൾ കേട്ടോളൂ. നമ്മൾ ഈ നയം ഉറക്കെ പറഞ്ഞതുകൊണ്ട്, അള്ളാഹിന്റെ മാർഗത്തിൽ സ്നേഹമെന്ന് നമ്മൾ ഉറക്കെ നമ്മുടെ നേതൃത്വം പറഞ്ഞതുകൊണ്ട് മുജാഹിദ് നേതാക്കൾ വരെ പെട്ടുപോയി. ബാലുശ്ശേരിക്കുള്ള ഒരു അനുഭവം കൂടി കേട്ടോ. അളിവിനെല്ലാം ഒരു പൊട്ടനായതുകൊണ്ട് എല്ലാം വിളിച്ചു പറയും. അതുകൊണ്ട് നമുക്ക് വലിയ കാര്യമാണ്. ഇയാളൊരു അനുഭവം കൂടി കേട്ടോ. സ്നേഹത്തോടു കൂടിയാ പറയുന്നത്. കാരണം ഞങ്ങൾക്കറിയോ, കഴിഞ്ഞ 5 ദിവസങ്ങൾക്കും ഉണ്ടായ ഒരു സംഭവം. 5 പിഞ്ചു പൈതങ്ങൾ സ്ഥിരമായി അവിടെ ചേലൂർ പ്രദേശത്ത് നിന്ന് സ്കൂൾ വിട്ടിങ്ങനെ വരും. അസ്ർ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അസ്സലാമു അലൈക്കും എന്ന പിഞ്ചു പൈതലിനോട്, അതിലേറ്റവും ചെറിയൊരു മോൻ, ഏറി വന്നാൽ 6 or 7 വയസ്സുണ്ടാവും, അവൻ തിരിഞ്ഞു നിന്നിട്ട് വിളിക്കുന്നു, ഓന്റെ ഒരു സലാം. ഇജ്ജ് പോയിട്ട് ബാലനോട് സലാം പറഞ്ഞടോ, മൊയ്തീൻ ശൈഖിനെ കുറ്റം പറഞ്ഞവനല്ല ഈ, ഓന്റെ ഒരു ഇളി എന്ന് പ്രായത്തെ മാനിക്കാതെ. ഏത് എന്റെ 3ാമത്തെ മകളുടെ പ്രായമുള്ള ഒരു പയ്യൻ വെള്ളത്തൊപ്പി ധരിച്ചിരിക്കുന്നു, വെള്ളക്കുപ്പായമിട്ടിരിക്കുന്നു, നരിയാണിയുടെ മേലെ തുണി ഉടുത്തിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഏതാണ് ഈ സമുദായം? ആരാണ് അവരെ വളർത്തുന്നത്? ആലോചിച്ചേ, എന്താണ് ഈ ശത്രുത? ആരാണ് വളർത്തുന്നതെന്നോ? എ പി ഉസ്താദാണ് അവരെ വളർത്തിയത്. താജുൽ ഉലമയാണ് അവരെ വളർത്തിയത്. അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ്. ഞങ്ങൾക്കത് വിട്ടിട്ടൊരു ആദർശമില്ല.
കാരണം ഈ ദുനിയാവൊക്കെ നശിച്ചു പോകും. ഞങ്ങളെല്ലാം കഴിഞ്ഞ അവസാനം ഞങ്ങൾ സിറാത്ത് പാലത്തിന്റെ സമീപത്തെത്തുമ്പോ ഞങ്ങളെക്കാൾ സിറാത്ത് പാലത്തിലേക്ക് അങ്ങ് വെക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഏതാണ് ഈ പാലം? പുഴയ്ക്ക് മീതെ ഇട്ട പാലമല്ല, അതേ റെയിൽപാതയുടെ മുകളിലൂടെ ഇട്ട പാലമല്ല. ആ പാലത്തിന്റെ താഴെ നരകമാണ്. ആ നരകത്തിന്റെ മുകളിലിട്ട പാലത്തിലൂടെ നമ്മുടെ കാലങ്ങളെടുത്ത് വെക്കുമ്പോ എല്ലാവരും വിറച്ചു പോയി. ഒരാൾക്കും ഒരാളെയും ഓർമ്മയില്ല, ഒരു ഉപ്പക്കും മകനെ ഓർമ്മയില്ല, ഒരു ഭാര്യക്കും ഭർത്താവിനെ ഓർമ്മയില്ല. ആ സമയത്തൊരു നേതാവ് സിറാത്ത് പാലത്തിന്റെ സമീപത്ത് വന്നു നിന്നിട്ട് നമുക്ക് വേണ്ടി പറയുന്നു, റബ്ബി സല്ലിം റബ്ബി സല്ലിം, അല്ലാഹുവേ ഇവനെ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ ഇവളെ രക്ഷപ്പെടുത്തണേ. ആരാണിത് പറയുന്ന നേതാവ്? സംശയിക്കണ്ട. അൻത ഉമ്മുൻ അം അബൂ മറഅയ്ന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഒരു ഉമ്മക്കും നമ്മളെ സ്നേഹിക്കാൻ അതുപോലെ കഴിഞ്ഞില്ല, ഒരു ഭാര്യക്കും കഴിഞ്ഞില്ല, ഒരാൾക്കും കഴിഞ്ഞില്ല. എല്ലാവരുടെയും കാലിടറുന്ന സമയത്ത് അതാ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ശബ്ദിക്കുന്നു. എങ്കിൽ പറയട്ടെ, ആ നേതാവിന്റെ ശരീഅത്ത് നശിപ്പിച്ച, ആ നേതാവിനെ സാധാരണക്കാരനാണെന്ന് പറഞ്ഞ ഈ വഹാബിയെ, വഹാബിയിൽ ഇരിക്കുന്ന കാലത്ത് നമുക്ക് അവനോട് സ്നേഹം തോന്നിയാൽ ആരാണ് നമ്മുടെ കൈപിടിക്കുക? ആരാണ് നമുക്കത് വേണ്ടി പറയുക? ഒരാളും വരില്ല. അതുകൊണ്ട് ഹബീബിനെ മുറുകെ പിടിച്ചോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.